MIT ഒഴിവാക്കാൻ തീരുമാനിച്ചു. MIT ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റില്ല. അവരും അതിനോട് യോജിച്ചു. കാരണം അത്തരത്തിൽ കാലിൽ ഗിയറുള്ള 3 മാസം സമയം കൊടുത്തു. ഈ കാലിൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് 3 മാസം സമയം. അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ ശ്രീ പ്രമോദിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചതാണ്. നമ്മൾ CATUവിൻ്റെ ആവശ്യം അതായിരുന്നു. അത് നമ്മൾ ചെയ്തു. അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു. അതന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പറഞ്ഞത് ഈ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കണം. ഇവിടെ ഇപ്പോൾ അനുവദിച്ചാൽ ചിലപ്പോൾ റോഡേ പോകുന്നവർക്ക് ചിലപ്പോൾ അത് പറയും. പറഞ്ഞല്ലോ 40 പറഞ്ഞല്ലോ. ഒരു MBI 40 എണ്ണം, 2 MBI ഉള്ളിടത്ത് 80 എണ്ണം. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RT ഓഫീസോ സബ് RT ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയത് കുറച്ചു. ഈ 10 ലക്ഷം എന്ന പ്രതികരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷം ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പം ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്. പക്ഷേ കൃത്യമായ കണക്ക് തരാം. പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കെട്ടിക്കിടക്കും എന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കും. നാളെ മുതൽ പൂർണ്ണമായും ടെസ്റ്റ് പുനരാരംഭിക്കാൻ കഴിയും. സമരം എല്ലാവരും പിൻവലിച്ചു. എല്ലാവരും സമരം പിൻവലിച്ചു. അത് വളരെ വേഗത്തിൽ മാറ്റി. CMD ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും മാറ്റി. ഇപ്പോൾ തലശ്ശേരി മാറ്റി. ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളാണ്. അല്ല, അത് ഉണ്ടാക്കും. ഗ്രാജുവലി ഉണ്ടാകും. ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിൽ 1 മാസം സമയമുണ്ട്. അപ്പോൾ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴല്ലേ അവർക്കൊരു വിഷമമുള്ളൂ. വേണ്ട, അടിച്ചേൽപ്പിക്കുന്നില്ല, അവർ തന്നെ കൊണ്ടുവരട്ടെ. അതെ, അവരുടെ പ്രപ്പോസലെല്ലാം മാറ്റിയതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും. 1 മാസത്തിനകം തരും. അവർ 1 മാസത്തിനകം തരും. നമ്മൾ തന്നാൽ ഉടൻ ആക്ഷൻ. വലിയ താമസമില്ല. വെച്ച് താമസിപ്പിക്കത്തില്ല. ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല. നമുക്ക് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ മലയാളികൾ വ്യാപകമായിട്ട് കർണാടകയിൽ നിന്നൊക്കെ പോയിട്ട് ലൈസൻസ് അവിടെ വീട്ടിലിരുന്ന കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും. ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് അവർക്ക് അവകാശമുണ്ട്. ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടും. പോകാതെ തന്നെ കിട്ടും. അത് വേണോ 50,000 കൊടുത്ത ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് കിട്ടും. അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണോ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഇതിങ്ങനെ കിട്ടുമെന്ന്